രാജസ്ഥാൻ ജയ്പൂരിൽ സിജെപി പ്രവർത്തകർക്ക് നേർക്ക് ആക്രമണം. സിജെപി വക്താവ് ആശുതോഷ് റാങ്കിക്ക് നേരെ കല്ലേറുണ്ടായി. ബഗ്രു സർക്കാർ സ്കൂൾ ജീർണാവസ്ഥയിലെന്ന വിവരമറിഞ്ഞ പരിശോധനയ്ക്കെത്തിയപ്പോഴായിരുന്നു ആക്രമണം. അക്രമി സംഘം ബിജെപി പ്രവർത്തകരാണെന്ന് സിജെപി ആരോപിച്ചു. വൈഎസ് അഭിനന്ദ് വിവരങ്ങളുമായി. അഭിനന്ദ്, ഇപ്പോൾ സിജെപിക്ക് നേർക്ക് നേരിട്ട് ആക്രമണം നടത്തുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങിയാണോ? ജയ്പൂരിൽ ആക്രമണം നടത്തിയത് ആരാണെന്ന് ഇപ്പോൾ വ്യക്തമാകുന്നുണ്ടോ? ആ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുന്നു. സ്മൃതി, കോക്രോച്ച് ജനതാ പാർട്ടിയുടെ രാജ്യവ്യാപക ക്യാമ്പയിൻ ആയിരുന്നു സ്കൂൾ ടീക്ക് കരോ ക്യാമ്പയിൻ. അതായത് ഈ പ്രദേശത്ത് ഓരോ സ്ഥലങ്ങളിൽ സന്ദർശിക്കുക, അതിനുശേഷം അവിടുത്തെ സ്കൂളുകളുടെ ശോചനീയാവസ്ഥ കൃത്യമായി ചൂണ്ടിക്കാട്ടി ദൃശ്യങ്ങളടക്കം അധികാരികൾക്ക് മുന്നിലേക്ക് വെക്കുന്ന ഒരു ക്യാമ്പയിനാണ് സ്കൂൾ ടീക്ക് കരോ ക്യാമ്പയിൻ. അതിന്റെ ഭാഗമായാണ് സിജെപിയുടെ കോ കൺവീനറും വക്താവുമായിട്ടുള്ള ആശുതോഷ് റംഗയും സംഘവും രാജസ്ഥാനിലെ റാംപുര കൺവാർപുര എന്ന് പറഞ്ഞ പ്രദേശത്ത് എത്തിയത്. അവിടുത്തെ ചില പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിനും ദൃശ്യങ്ങളടക്കം പകർത്തുന്നതിന് വേണ്ടിയുമായിരുന്നു സിജെപി സംഘം സ്ഥലത്തെത്തിയത്. സിജെപി സംഘത്തിന് മുന്നിൽ നേരത്തെ ഒരു പരാതിയും എത്തിയിരുന്നു. ഒരു എരുമ ഷെഡിനകത്താണ് ഇത്തരത്തിൽ സ്കൂൾ പ്രവർത്തിക്കുന്നതെന്നും ക്ലാസുകൾ പ്രവർത്തിക്കുന്നതെന്നും ഉള്ള പരാതിയെ തുടർന്ന് സിജെപി വക്താവ് ആശുതോഷ് റംഗയും സംഘവും ഇന്ന് രാവിലെയോടുകൂടി എത്തിയപ്പോഴായിരുന്നു ആക്രമണം ഉണ്ടായത്. വാഹനം പൂർണ്ണമായും അടിച്ചു തകർക്കുകയും ചെയ്തു. പ്രദേശവാസികളാണ് ഇത്തരത്തിൽ പ്രകോപിതരായി എത്തിയത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇവർക്ക് നേരെ പ്രതിഷേധം ഉയർന്നു. രാജസ്ഥാൻ സർക്കാർ കഴിഞ്ഞ ദിവസങ്ങൾക്ക് മുമ്പാണ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചത്. അനാവശ്യമായി ആരെങ്കിലും സ്കൂളിന്റെ ദൃശ്യങ്ങൾ പകർത്തുകയോ സ്കൂളിനുള്ളിൽ പ്രവേശിക്കുകയോ ചെയ്താൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് വ്യക്തമാക്കിയിരുന്നു. ഇതിന് പിന്നാലെ എന്തിനവിടെ എത്തി എന്ന് ചോദിച്ചായിരുന്നു പ്രദേശവാസികൾ രംഗത്തെത്തി. പക്ഷേ പ്രദേശവാസികളല്ല ഇതിന് പിന്നിൽ ബിജെപി പ്രവർത്തകരാണെന്നുള്ള ആരോപണമാണ് ആശുതോഷ് റംഗ അടക്കം വ്യക്തമാക്കുന്നത്. തന്റെ കൈക്കും കാലിനും പരിക്കേറ്റിട്ടുണ്ട്. വസ്ത്രമടക്കം വലിച്ചു കയറുന്ന സാഹചര്യത്തിലേക്ക് എത്തി. സഞ്ചരിച്ചിരുന്ന വാഹനം പൂർണ്ണമായും അടിച്ചു തകർത്തു. എന്താണ് രാജസ്ഥാനിൽ നടക്കുന്നതെന്ന് കൂടി രാജസ്ഥാൻ സ്വദേശി കൂടിയായിട്ടുള്ള ആശുതോഷ് റംഗയെ ചോദിക്കുകയാണ്. അഭിജിത്ത് ദീപ്കയും ഇതിനെ അപലപിച്ച് രംഗത്തെത്തിയിട്ടുണ്ട്. ഇതിന് കർശനമായ നിയമ നടപടിയിലേക്ക് പോകും. പോലീസിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നാണ് അഭിജിത്ത് ദീപ്ക വ്യക്തമാക്കുന്നത്. പോലീസിന്റെ സാന്നിധ്യത്തിൽ എങ്ങനെ ഇത്ര വലിയ രീതിയിൽ മർദ്ദിക്കാൻ കഴിഞ്ഞു എന്നുകൂടി അഭിജിത്ത് ദീപ്കയെ ചോദിക്കുകയാണ്. ഈ വിഷയം അടക്കം ഏറ്റെടുത്തുകൊണ്ട് ശക്തമായ പ്രതിഷേധത്തിലേക്ക് പോകുമെന്നും സിജെപി പറയുന്നു. പിന്നിൽ ബിജെപി പ്രവർത്തകരാണ് എന്നുള്ള ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ് സിജെപി. ആശുതോഷ് റംഗ രാജസ്ഥാൻ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ബിജെപി പ്രവർത്തകരെയൊക്കെ തനിക്ക് പരിചയമുണ്ട്. അവരുടെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. ആശുതോഷ് റംഗയ്ക്ക് നേരെ കയ്യേറ്റമുണ്ടായി. കല്ലെറിഞ്ഞോടിക്കുന്ന ദൃശ്യങ്ങൾ അവിടുത്തെ പ്രദേശവാസികളത് ബിജെപി പ്രവർത്തകരാണ് എന്നാണ് സിജെപി മനസ്സിലാക്കുന്നത്. സർക്കാർ സ്കൂളുകളിലെ വിദ്യാർത്ഥികളുടെ ദയനീയാവസ്ഥ, അവരുടെ പഠനത്തിന്റെ സൗകര്യങ്ങൾ, ഈ വിഷയമാണ് ഇപ്പോൾ സിജെപി ഉയർത്തുന്നത്. അങ്ങനെ അവിടെ ഒരു സന്ദർശനം നടത്തുമ്പോഴാണ് സിജെപി പ്രവർത്തകർക്ക് നേരെ അതിക്രൂരമായ ആക്രമണം ഉണ്ടായിരിക്കുന്നത്. വൈഎസ് അഭിനന്ദാണ് വിവരങ്ങൾ നൽകിയത്.